ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്യരാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. കന്നിരാശിയുടെ രാശിയധിപൻ ബുധനാണ്. ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്രയുടെ 1, 2 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. രാശിയധിപനായ ബുധൻ 12-ാം ഭാവത്തിലും, വ്യാഴം ഉച്ചസ്ഥനായി 11-ാം ഭാവത്തിലും, സൂര്യൻ, കേതു, ബുധൻ 12-ാം ഭാവത്തിലും, രാഹു 6-ാം ഭാവത്തിലും, വക്രശനി 7-ാം ഭാവത്തിലും, ചൊവ്വ 10-ാം ഭാവത്തിലുമാണ്. കൂടാതെ ഈ മാസം ഗ്രഹമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ ശുക്രൻ 3 സെപ്റ്റംബറിനും, ബുധൻ 7-ാം തീയതിയും, സൂര്യൻ 17-ാം തീയതിയും, ചൊവ്വ 19 സെപ്റ്റംബറിനുമാണ് ഗ്രഹമാറ്റം ചെയ്യുക. ഈ ഗ്രഹനിലകളനുസരിച്ച് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? ഈ മാസം 11-ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള ഗുരു ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം തന്നെയാണ്. വരുമാനം, സാമ്പത്തിക നേട്ടം, ആഗ്രഹ സാഫല്യം, സുഹൃത്തുക്കളുടെ സഹായം, കരിയറിൽ ഗ്രോത്ത് എന്നിവയിൽ നല്ല സാധ്യതകൾ കാണുന്ന മാസം. ശ്രദ്ധിക്കേണ്ടതായ കാര്യം, രാശാധിപനായ ബുധൻ 12-ാം ഭാവത്തിൽ സൂര്യനും കേതുവിനോടൊപ്പം നിൽക്കുന്നതിനാൽ മനസ്സിൽ ചില ആശയക്കുഴപ്പങ്ങളും അമിത ചിന്തകളും ഉണ്ടാകും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നത് 1-ാം ഭാവമാണ്. അപ്പോൾ സെപ്റ്റംബർ 7 വരെ കുറച്ച് നിങ്ങൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഡൗൺ ആകുന്ന ഒരു സമയമായിരിക്കും. 7 സെപ്റ്റംബറിന് ബുധൻ നിങ്ങളുടെ ലഗ്നത്തിൽ വരുന്നതോടുകൂടി അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും. സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക, ആവശ്യത്തിനുള്ള കുറച്ച് വാക്കിംഗ് എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. വിദേശ പഠനത്തിനോ വിദേശ ജോലിക്കോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അനുകൂലമായിട്ടുള്ള സമയം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതിനേക്കാൾ ഒരു പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. കൂടാതെ കോമ്പറ്റേറ്റീവ് എക്സാമിനോ ഹയർ സ്റ്റഡീസിനോ വിദേശ വിദ്യാഭ്യാസത്തിനോ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം സെപ്റ്റംബർ 7-ന് ശേഷമുള്ള സമയമാണ്. സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം ചെറിയ കാര്യങ്ങൾ പോലും ഓവർ തിങ്കിങ് ചെയ്യാതെ വളരെ വലിയ പ്രശ്നങ്ങൾ ആക്കാതിരിക്കുക. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ റിലേഷനിൽ കുറിച്ച് അകലമുള്ളവർ വീണ്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കണം. ഈ മാസം ഇതുവരെ നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലെങ്കിൽ, സ്നേഹബന്ധം ഇല്ലെങ്കിൽ അത് തുടങ്ങുന്നതിനുള്ള പുതിയ പരിചയങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ മാസം പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടാനുള്ള സാധ്യത കാണാം. പക്ഷേ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തീരുമാനമെടുക്കാതെ സമയമെടുത്ത് വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുക. ദാമ്പത്യ ജീവിതം, 7-ാം ഭാവത്തിലെ വക്രശനി ബന്ധത്തിൽ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാർട്ട്ണറുമായി ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം. ശനി ഉള്ളപ്പോൾ പലപ്പോഴും ബന്ധത്തെ കൂടുതൽ മെച്ചൂറാക്കുന്നതിനുള്ള പരീക്ഷണങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഉടൻ തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് വൈകിയെങ്കിലും സീരിയസ് ആയി മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെയും മുതിർന്നവരുടെയും അഭിപ്രായം പ്രാധാന്യം വേണം. നിങ്ങളുടെ ഭാഗ്യം, കന്യരാശിക്കാർക്ക് ഈ മാസത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് 11-ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം തന്നെയാണ്. 11-ാം ഭാവം സൂചിപ്പിക്കുന്നത് ലാഭം, നേട്ടം, ആഗ്രഹ സാഫല്യം, നെറ്റ്വർക്ക്, ഫ്രണ്ട്ഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ റിസൾട്ട് ലഭിക്കാൻ തുടങ്ങും. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പ്രൊഫഷണൽ കോണ്ടാക്ട് എന്നിവരിൽ നിന്നും സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത.
ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അതിനെ ചെറിയ അവസരമെന്ന് കരുതി ഒഴിവാക്കാതിരിക്കാം. ചില ചെറിയ അവസരങ്ങൾ പിന്നീട് വലിയ നേട്ടമായി മാറാനുള്ള സാധ്യത. നിങ്ങളുടെ കരിയർ വളരെ ആക്റ്റീവായ ഒരു മാസം തന്നെയാണ് ഇത്. 10ാം ഭാവത്തിലെ ചൊവ്വ കരിയർ ഹൗസിനെ ശക്തമാക്കി അതിനെ ആക്ടിവേറ്റ് ആകുന്നു. അതിനാൽ ജോലിയിൽ വർക്ക് ലോഡ് കൂടാം, റെസ്പോൺസിബിലിറ്റി കൂടാം, പുതിയ പ്രൊജക്റ്റുകളൊക്കെ ലഭിക്കാം, ലീഡർഷിപ്പ് കാണിക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാൽ ചൊവ്വയുടെ സ്വാധീനത്താൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി അൺനെസസറി ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നെറ്റ്വർക്കിംഗ് ഉപയോഗപ്പെടുത്തുക. 11ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം കരിയർ ഗ്രോത്തിന് സപ്പോർട്ട് നൽകുന്നതിനാൽ പുതിയ കോണ്ടാക്ട്, റെഫറൽ, സീനിയർ ലെവൽ സപ്പോർട്ട് എന്നിവ വഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യത. 12ാം ഭാവത്തിലെ ബുധൻ കാരണം വിദേശ കമ്പനികൾ, ഫോറിൻ ക്ലയൻറ്റ്സ്, റിമോട്ട് വർക്ക്, MNC, ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിൽ തീർച്ചയായും ഗ്രോത്ത് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലവും കൂടാം. 11ാം ഭാവത്തിലെ വ്യാഴം പുതിയ ക്ലയൻറ്റ്സ്, കോണ്ടാക്ട്സ്, പ്രോഫിറ്റ് എന്നിവയ്ക്ക് സഹായകരമാണ്. 10ാം ഭാവത്തിലെ ചൊവ്വ ബിസിനസ്സിൽ ആക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച് നൽകണം. പുതിയ പ്രൊജക്റ്റ് തുടങ്ങാനും എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുമുള്ള സാധ്യത. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പാഴ്ചിലവുകൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ബിസിനസ് പാർട്ട്ണറുമായി കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. പ്രത്യേകിച്ച് എഗ്രിമെൻ്റ്, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, കോണ്ടാക്റ്റ് എന്നിവ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 11ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം വരുമാനത്തിനും ലാഭത്തിനും വളരെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ 12ാം ഭാവത്തിലെ ബുധൻ, സൂര്യൻ, കേതു എന്നിവ കാരണം ചിലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ചിലവുകൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മാസം വിദ്യാഭ്യാസത്തിനും യാത്രകൾക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഫാമിലി റെസ്പോൺസിബിലിറ്റിക്കും കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൈസ ചിലവാക്കുന്നതിനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ മാസം കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സേവിങ്ങായി മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ കന്നിരാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അവസരങ്ങൾ വരും. പക്ഷേ അവസരങ്ങൾക്കൊപ്പം ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. 11ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം നേട്ടത്തിനും വളർച്ചയ്ക്കും വഴി തുറക്കുമ്പോൾ 12ാം ഭാവത്തിലെ ഗ്രഹനില അനാവശ്യ ചിലവുകൾ അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 7ാം ഭാവത്തിലെ വക്രശനി ബന്ധങ്ങളിൽ ക്ഷമ ആവശ്യപ്പെടുന്നു. 10ാം ഭാവത്തിലെ ചൊവ്വ കരിയറിൽ ആക്ഷൻ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. 6ാം ഭാവത്തിലെ രാഹു കോമ്പറ്റീഷൻ മുന്നിലെത്തുന്നതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് നൽകുന്നു. അതിനാൽ സെപ്റ്റംബർ 2026 കന്നിരാശിക്കാർക്ക് ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ നേട്ടം ഉറപ്പാക്കാൻ കഴിയുന്ന മാസമാണ്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിങ്ങൾ പാരായണം ചെയ്യുകയോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേൾക്കുകയോ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓം നമഃ ശിവായ മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം 108 തവണ ജപിക്കുന്നത് വളരെ അനുകൂലമാണ്. ഹനുമാൻ ചാലിസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നതും വളരെ നല്ല. സൂര്യദേവന് ജല അർപ്പണം ഉദിച്ചു വരുന്ന സമയത്തോ 1 മണിക്കൂർ അകമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. ഒരു ദിവസം ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സ വാച കർമ്മണ ദുഃഖിപ്പിക്കാതിരിക്കുക. പക്ഷി മൃഗാദികളെ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം നിങ്ങളുടെ നാവിന്മേൽ ഈ സമയം വേണം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण, प्रेम के बंसी बजते जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे।